ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഔട്ടിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ചേട്ടനും അമ്പാടിയും കൂടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, ഞാൻ എന്താ ബാക്കിലേക്കാണ്. ഇന്നിപ്പോൾ നമ്മുടെ കൂടെ അമ്മയും വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തായാലും ബാക്കിലേക്ക് ആദ്യം ഇരുന്നു കേട്ടോ. അതിന് നേരെ അമ്മേനെ നമുക്ക് മടപ്പള്ളിയുടെ വീട്ടിൽ പോയി കൂട്ടിയിട്ട് നേരെ തലശ്ശേരിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ചെറിയ എന്താ പറയുക പരിപാടികളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ വയ്യേ കാണാം. ഇന്നിപ്പോൾ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് അമ്പാടിക്ക് അംഗനവാടി ഒന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് നമ്മുടെ കൂടെ ഇന്നുണ്ട്. അപ്പോൾ നേരെ ഇനി അമ്മേനെയും പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ പോവാലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് 1-2 വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഇടാനുണ്ട്. അതിൻ്റെ ലെങ്ത്ത് കാരണം ഞാൻ അവിടെ എഡിറ്റ് ചെയ്തുകൊണ്ട് വെച്ചിട്ട് ഈ ഒരു കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്മേനെയും പിക്ക് ചെയ്തു, നേരെ നമ്മൾ തലശ്ശേരിയിലേക്ക് വിടുകയാണ്. അപ്പോൾ നമ്മൾ അയ്യൂർ സ്കൂളാണ് കണ്ടത് കേട്ടോ. ഞാൻ +1 +2 അവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മളിതാ നേരെ തലശ്ശേരിയിലേക്ക് വിടുമ്പോഴത്തേക്കും നമ്മൾ മാഹിപ്പള്ളി കവർ ചെയ്യാണ്ട് ഒരിക്കലും ഞാൻ ഇതിലൂടെ പാസ് ചെയ്ത് പോകാറില്ല. നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മുടെ ഈ ഒരു ഭാഗത്തോട്ട് പോകുമ്പോഴത്തേക്കും എപ്പോൾ മാഹിപ്പള്ളി ഞാൻ വിടാതെ പിടിക്കും കേട്ടോ. അപ്പോൾ മാതാവിനൊക്കെ തൊഴുത് നമ്മുടെ മാഹി ബ്രിഡ്ജാണ് കേട്ടത്. നമ്മൾ സീതാർപള്ളിയിൽ ആ ഒരു ഭാഗത്തോട്ട് എത്തിയപ്പം അവിടെ സ്കൂൾ കലോത്സവമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബഹളങ്ങളോ ഒച്ചപ്പാടും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ ഒടുവിൽ തലശ്ശേരി എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലെൻസ് കാർട്ട്, തലശ്ശേരി ലെൻസ് കാർട്ട് ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു. അമ്മയ്ക്ക് കണ്ണട എന്തോ ചേഞ്ച് ചെയ്യാനോ അങ്ങനെ അല്ലെങ്കിൽ പുതിയ നോക്കിയിട്ട് മേടിക്കണമെന്നോ അങ്ങനെ എന്തെല്ലോ ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നോക്കി നമ്മൾ എന്താ പറയുക ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ ലെൻസ് കാർട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ തലശ്ശേരി അവിടെ ഒരു ഷോപ്പിൽ കയറിയെന്ന് ഞാൻ അവിടെ ചോദിച്ചേ, പിന്നെ ലെൻസ് കാർട്ട് തലശ്ശേരി ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളിത് ടൈറ്റാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നമ്മളിത് അമ്മയ്ക്ക് കണ്ണട നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മേൻ്റെ കണ്ണടയ്ക്കാണെങ്കിൽ ഫ്രെയിം നോക്കിയിട്ട് ചേഞ്ച് ചെയ്യണം എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഞാൻ ബാക്കിയുള്ളതൊക്കെ അവിടെയുള്ള ഷോപ്പിലുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ഇങ്ങനെ എന്താ പറയുക വാച്ചസ് ഉണ്ട്, ഫാസ്റ്റ് ട്രാക്കിൻ്റെ, ടൈറ്റാൻ്റെ, പിന്നെ സൊനാറ്റോ, അങ്ങനെ എന്തൊക്കെയോ ബ്രാൻഡിൻ്റെ പലതരം വാച്ച് ഉണ്ട്. പിന്നെ കുട്ടികളുടെയും നമ്മുടെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ടൈപ്പ് വാച്ചസും ഉണ്ട്. അങ്ങനെ ഞാൻ ഓരോന്നും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അമ്പാടി ഈ കുട്ടികളുടെ ഒക്കെ വാച്ചസ് ഉണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടിപൊളി സ്പെക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കി ലാസ്റ്റ് ഏതാ എടുക്കണ്ടേ ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒന്ന് വെച്ച് നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അതിൽ നിന്നൊന്ന് ചൂസ് ചെയ്ത് ഞാൻ ചുമ്മാ ഒന്ന് വെച്ച് നോക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു സ്പെക്സ് ഉണ്ട്. ഫോണിലൊക്കെ നോക്കുമ്പോഴത്തേക്കും എഡിറ്റ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. ഞാനിപ്പോൾ വെക്കൽ കുറവാണ് കേട്ടോ. എനിക്ക് കുറച്ച് മുൻപ് മേടിച്ചതൊന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ണട എടുത്തില്ല കേട്ടോ. നമുക്ക് ചെറിയ എന്താ പറയുക അമ്മേൻ്റെ കണ്ണടയ്ക്ക് വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. അത് ചെക്ക് ചെയ്തിട്ട് വളരെ എന്താ പറയുക നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ തലശ്ശേരി കൊടുക്കാനും നിന്നില്ല, കാരണം ഒത്തിരി ദിവസം ലേറ്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ കൊടുക്കാനും നിന്നില്ല. ലാസ്റ്റ് അവിടെ നിന്ന് നമ്മൾ നേരെ പയ്യന്നൂർ മെറ്റൽസിലേക്ക് വന്നിരിക്കുകയാണ്. അമ്മയ്ക്ക് ഒരു ചീനച്ചട്ടിയൊക്കെ നോക്കാമെന്ന് കരുതിയിട്ട്. അങ്ങനെ അവിടെ കയറിയ പിന്നെ എൻ്റെ മക്കളെ ഒന്നും പറയാനില്ല, അടിപൊളി കളക്ഷൻസ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത്രയും കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പിലേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ ശിവനുണ്ട്, കൃഷ്ണനുണ്ട്, അയ്യപ്പനുണ്ട്, പിന്നെ ദേവിയുണ്ട്, എന്താ പറയുക ലക്ഷ്മി, എല്ലാ വെറൈറ്റി കളക്ഷൻ, രഥങ്ങൾ, പിന്നെ നമ്മുടെ നടരാജൻ്റെ വിഗ്രഹം, ആനകൾ, പലതരം വിളക്കുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അമ്മ ഇതവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പഴയ മോഡൽ കുറച്ച് കറുത്തിട്ടുള്ള ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയില്ലേ, അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അമ്മയ്ക്ക് കുറച്ച് എന്താ പറയുക ഇപ്പം പുതിയ മോഡലൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ടൈപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഷോപ്പിലുള്ള കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണിക്കാം എന്ന് കരുതിയിട്ട് ഞാൻ ഇതാ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും മേടിക്കാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി ചട്ടികൾ കണ്ടിട്ടോ. ഇങ്ങനെ കടഞ്ഞെടുത്ത മാതിരിയുള്ള നല്ല രസമുണ്ട് കാണാൻ. പ്രൈസൊന്നും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ നോക്കുമ്പോഴത്തേക്കും കിച്ചൺ ടവലിൻ്റെ ഒരു സെറ്റ് കണ്ടു കേട്ടോ. 5 പീസാന്ന് തോന്നുന്നുള്ളത്. അങ്ങനെ 100 സംതിങ് റുപ്പീസാണ്. ഏതായാലും ഞാൻ അത് എടുത്തു കേട്ടോ. അതിന് പേടിയായിട്ട് ഇതൊക്കെ പോകുമ്പോൾ അതിന് പേടി. ഇതൊക്കെ കൈവച്ചൊക്കെ ഇങ്ങനെ അമ്പാടി അതെന്തെന്നാ സിംഹ പുലിയ
ബാ അമ്പാടിയാണെങ്കിൽ ആ ഷോപ്പിലെത്തിയ പിന്നെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് നടക്കാനും വയ്യ. ലാസ്റ്റ് ഞാൻ എടുത്ത് നടക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. 2 കിലോ 810 എത്രയാന്ന് പറഞ്ഞ? 2 കിലോ 810. അങ്ങനെ ഞാൻ നോക്കി നോക്കി നമ്മുടെ ആ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും നല്ല അടിപൊളി കുറേ ബോട്ടിൽസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ധാന്യങ്ങളും അതുപോലെ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ബോട്ടിൽസ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സൈഡിലൊക്കെ ആയിട്ട് ഇതേപോലെ കറുപ്പും വെളുപ്പുമായിട്ടുള്ള കുറച്ച് ബൗൾസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. 130 180 ആ ഒരു റേഞ്ചിലാണ് അതിനൊക്കെ വരുന്നത് കേട്ടോ. അങ്ങനെ നോക്കി നോക്കി ലാസ്റ്റ് നമ്മുടെ ഡൈനിങ് ഹാളിലൊക്കെ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു ബൗളില്ലേ, അങ്ങനെ അത് ഒന്ന് എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയതിൽ ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് 300 സംതിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അതൊന്ന് എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഷോപ്പിൻ്റെ ആ സൈഡിലൊക്കെ ഇങ്ങനെ മുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വെളിച്ചപ്പാടിൻ്റെ ആ ഒരു വാളില്ലേ, അതൊക്കെ ഉണ്ട്. നമ്മുടെ തൂക്ക് വിളക്കുണ്ട്, വെറൈറ്റി പുതിയൊരു മോഡലിലൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ അമ്പലത്തിലുള്ള കൂടുതൽ കളക്ഷൻസ്, ആ ഒരു ദീപത്തിൻ്റെ ഇതുണ്ടല്ലോ, എന്താ പറയുക, വിളക്ക് ഇപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡ് ഇങ്ങനെ തട്ടായിട്ടുള്ളത്, അതൊക്കെ ഉണ്ട്. പിന്നെ വലിയ കണ്ണനൊക്കെ ഉണ്ട്, പല പല റേറ്റിലാണ് ഉള്ളത് കേട്ടോ. അമ്പാടി ഇതാ നടന്ന് ക്ഷീണിച്ച്, പിന്നെ കുറേ സമയം അവനെ എടുത്ത് ഞാൻ ക്ഷീണിച്ച് അതിനുശേഷം ഞാനിത് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെരുപ്പോ അല്ലെങ്കിൽ ഷൂസോ എന്തിടാനാണെങ്കിലും ഇപ്പം അവൻ സമ്മതിക്കുന്നില്ല. കാരണം വണ്ടിയിൽ നമ്മുടെ കാറിൽ കയറുന്ന സമയത്ത് ഇടും കേട്ടോ. അതായത് കാറിന് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതേപോലെ ഇടാൻ ഭയങ്കര മടിയാണ്. കാരണം അവനോട് നടക്കാൻ പറയുമല്ലോ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ, അതുകൊണ്ട്. അങ്ങനെ പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്കും വലിയ കണ്ണനൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ അവിടുന്ന് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ വീടൊക്കെ ഇപ്പോൾ സ്വന്തമായിട്ട് ഞാൻ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ പാത്രങ്ങളോടൊക്കെ ഒരു ഹരം തന്നെയായിട്ടുണ്ട്. ഇങ്ങനെ അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് മേടിക്കണം എന്നൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അമ്പലത്തിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആ ഒരു വിഗ്രഹത്തിൻ്റെ മുകളിൽ വെക്കുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അമ്പലത്തിലേക്ക് വേണ്ട കൂടുതൽ കളക്ഷൻസ് പല പല വെറൈറ്റിയിലൊക്കെ പല റേറ്റിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കടയിൽ കയറിയിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും കളക്ഷൻസ് കണ്ടിട്ടുള്ളത്. കൂടുതലും നമ്മുടെ ആ ഒരു വിഗ്രഹം പോലെയുള്ള ടൈപ്പിലുള്ളതാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ പൂജാമുറിയിലൊക്കെ വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്വാമി തട്ട് പോലെയൊക്കെ ഉള്ളത്, ഒരു കുഞ്ഞ് നമ്മുടെ സെൻട്രൽ ഹാളിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ ചെറിയ എന്താ പറയുക പൂജാമുറി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് അവിടുന്ന് ഒരു ഗോൾഡൻ കളറിലുള്ള നമ്മുടെ ഉരുളി പോലത്തെ ഒരു ചീനച്ചട്ടി മേടിച്ചു കേട്ടോ. അതൊക്കെ മേടിച്ചു നമ്മളവിടുന്ന് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ നമ്മൾ രാജാവിസിൽ വന്നിരിക്കുകയാണ്. തലശ്ശേരിയാണെങ്കിൽ ഒത്തിരി ഫേമസ് ആയിട്ടുള്ളതാണല്ലോ ഈ ഒരു റെസ്റ്റോറൻറ്റ് രാരാവിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളും അവിടെ എത്തി. മുൻപും വന്ന സമയത്ത് ഈ ഒരു സീറ്റ് തന്നെയായിരുന്നു ഇരുന്നത്. ഇന്നും അവിടെയാണ് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എല്ലാവരും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ അത് ഓർഡർ ചെയ്ത് കുറച്ച് സമയം അവിടെ ഇരിക്കേണ്ടി വന്നു. എന്ന് കഴിഞ്ഞാലും കുഴപ്പമില്ല, നല്ല അടിപൊളി ഫുഡായിരുന്നു. എന്ന് കഴിക്കുന്ന പോലെ നല്ല ആസ്വദിച്ച് കഴിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പാടി ആദ്യം അമ്മേൻ്റെ അടുത്തായിരുന്നു ഇരുന്നത്, പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി അങ്ങനെ അമ്പാടിക്കും കൊടുത്തു. ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് കഴിച്ചു. കുറച്ച് സമയം അവിടെ എന്താ പറയുക സീറ്റ് ഇല്ലാത്തത് കാരണം കുറച്ച് സമയം അവിടെ ഇരിക്കേണ്ടി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് സീറ്റൊക്കെ കിട്ടി. അത്യാവശ്യം നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റാണ്, നല്ല അടിപൊളി ഫുഡുമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് രാജാവിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് അവിടെ ഒരു എന്താ പറയുക ടോയ്സിൻ്റെ ഒക്കെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടേ പിന്നെ അമ്പാടി അവിടുന്ന് കരച്ചിലും പീച്ചിലും ഒക്കെ ആയിരുന്നു. അമ്മ ഇതാ കണ്ണുനീര് തുടച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ. നല്ല കരച്ചിലായിരുന്നു. പിന്നെ അമ്പാടി മാത്രമല്ല, നമ്മുടെ കൂടെ തന്നെ തൊട്ട് ബേക്കിൽ നമ്മുടെ കൂടെ ഒരു കുഞ്ഞുകുട്ടി അമ്മയും പാരൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടിയും ഭയങ്കര കരച്ചിലായിരുന്നു ടോയ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ മക്കളെല്ലാം ഇങ്ങനെ ഈ ഒരു സ്ഥിതി തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് സാരി നോക്കേണ്ടിയിട്ട് നമ്മളിങ്ങനെ ടെക്സ്റ്റൈൽസ് നോക്കുമായിരുന്നു. അങ്ങനെ നോക്കുന്ന കൂട്ടത്തിൽ നമ്മൾ സെഞ്ചുറിയിൽ കയറി. അതിൻ്റെ തൊട്ടടുത്തൊരു ലെൻസ് കാർട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് തലശ്ശേരി ഒരു ലെൻസ് കാർട്ട് ഉണ്ട് എന്നുള്ളത് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ കയറാനൊന്നും നിന്നില്ല, നേരെ സെഞ്ചുറിയിലേക്ക് വന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവിടെ ബ്ലൗസ് പീസ് ഇങ്ങനെ സെപ്പറേറ്റ് കട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ അമ്മയ്ക്ക് ഒരു ചന്ദന കളറിലുള്ള ടൈപ്പായിരുന്നു വേണ്ടത്. അങ്ങനെ നോക്കി ലാസ്റ്റ് അമ്മയ്ക്ക്
ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു. പക്ഷേങ്കിൽ അതിൽ വേറെ പ്രിൻറ്റ് കളറൊക്കെ വരുന്നുണ്ട്. അമ്മയ്ക്ക് പ്ലെയിൻ ആയിട്ടുള്ളതായിരുന്നു വേണ്ടത്, അതുകൊണ്ട് പിന്നെ അത് എടുത്തില്ല. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാനും അമ്പാടി അവിടെ ഇങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ, അപ്പോൾ അതിനോടനുബന്ധിച്ച് അവിടെ ഇങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പനെയും അതേപോലെ ട്രീയും നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്, പുൽക്കൂടും യേശുവും ഒക്കെ ആയിട്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ട് നിന്ന് കുറച്ച് സമയം അമ്പാടി നോക്കിയ പിന്നെ അവിടുന്ന് ബലൂണും അതൊക്കെ എടുക്കണം എന്ന് പറയുമായിരുന്നു കേട്ടോ. അവന് ഭയങ്കര ആവേശമായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ അവന് വേണമെന്ന് പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പാടി അവിടുന്ന് കരച്ചിലും പീച്ചിലൊക്കെ ആയിരുന്നു. ലാസ്റ്റ് ആ ചേച്ചി ചോദിച്ചു ബലൂൺ ഞാൻ സെപ്പറേറ്റ് കൊണ്ടുത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ബലൂണും അതേപോലെ ഒരു നമ്മുടെ ലോലിപോപ്പൊക്കെ കൊണ്ടുവന്ന് പിന്നെ അമ്പാടീൻ്റെ കയ്യിൽ ലോലിപോപ്പ് ഉണ്ട്. ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു ഏട്ടൻ ബലൂൺ കാണിക്കണ്ടെന്ന് കേട്ടോ. അങ്ങനെ അത് കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് കുറച്ചൊരു സമാധാനം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അമ്മേൻ്റെ അടുത്തുള്ള ഏതോ സാരിക്ക് വേണ്ടിയിട്ട് ബ്ലൗസ് സെപ്പറേറ്റ് എടുക്കാനായിരുന്നു ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ചന്ദന കളറിൽ. അപ്പോൾ അതിൽ പ്രിൻറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അമ്മ പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ബ്ലാക്ക് സാരി വിത്ത് ഗോൾഡ് ഷെയ്ഡ് അല്ലെങ്കിൽ യെല്ലോ ഷെയ്ഡ് വരുന്ന രീതിയിലുള്ള സാരിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ മൊത്തം ഒന്ന് അരിച്ച് പെറുക്കാന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്നാ റേറ്റ് വരുന്നത്? ഇപ്പം കുറച്ച് നാളായിട്ട് അമ്പാടി ഭയങ്കര കുറുമ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ഏതെങ്കിലും എന്താ പറയുക പർച്ചേസിങ്ങിന് കാര്യങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്താണെങ്കിലും എവിടെയും ടെക്സ്റ്റൈൽസിലാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാലും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ബഹളം കൂട്ടും കേട്ടോ. അവന് എന്തോ ഒരു മടുപ്പാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. കുട്ടികൾക്ക് എന്താ പറയുക ഇങ്ങനെന്തോന്നും ഇഷ്ടമില്ലായിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. കുറച്ചിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ചടപ്പിക്കലായിരുന്നു അമ്പാടി. കുറച്ച് സമയം ഞാൻ എടുത്തു നോക്കി, കുറച്ച് സമയം ഏട്ടൻ എടുത്തു നോക്കി. അങ്ങനെ ഞങ്ങൾ മാറി മാറി എടുക്കുന്നുണ്ടായിരുന്നു. അവർ എന്താ പറയുക ഞങ്ങളുടെ അടുത്ത് നടക്കണം, അല്ലെങ്കിൽ അവിടെ ഇരിക്കാനൊന്നും വയ്യ അങ്ങനെ ഒരു സ്ഥിതിയായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ അമ്മ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇടയ്ക്ക് ഞാൻ അമ്പാടീൻ്റെ പുറകെ ഓടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് അമ്മ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് കുറച്ച് കോട്ടൺ സാരീസൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ ഷെയ്ഡൊക്കെ കേട്ടോ. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെക്ഷൻ എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഈ ഒരു ഗിൽട്ട് മാതിരി വരുന്ന സാരീസ് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനത്തെ മോഡൽ ഇങ്ങനെ കുറേ വർക്കുള്ളതൊക്കെ എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ അവിടുന്ന് നമ്മൾ സാരി എടുത്തില്ല കേട്ടോ, നമുക്ക് പറ്റിയത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ ബ്ലാക്ക് ഷെയ്ഡായിരുന്നു നമുക്ക് വേണ്ടത്. അങ്ങനെ അവിടുന്ന് നമുക്ക് കിട്ടാത്തത് കാരണം നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നമ്മൾ മെട്രോ എന്നാണ് ഈ ഒരു എന്താ പറയുക ഷോപ്പിൻ്റെ പേര് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. തൊട്ടപ്പുറത്ത് തന്നെയാണ്, സെഞ്ചുറീൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഒരു നമ്മുടെ ബാഗും അതേപോലെ കുറേ ചപ്പൽസും ഒക്കെയുള്ള ഒരു അടിപൊളി ഷോപ്പാണ്. അത്യാവശ്യം റേറ്റും വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവിടെ കയറി നോക്കിയതാണ്. അപ്പോൾ അവിടുന്ന് അമ്മയ്ക്ക് നല്ലൊരു ബാഗും ഒരു ചെരുപ്പും ഒക്കെ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല റേഞ്ച് വരുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എടുക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഹെവി റേഞ്ചിലുള്ള ബാഗും അതേപോലെ ചപ്പൽസും ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ കല്യാണ പാർട്ടീസിനൊക്കെ പറ്റുന്ന തരത്തിലുള്ളതും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അമ്മയെ കുറച്ച് നോക്കി ഞാനിത് ഈ ഒരു ബാഗ് കളക്ഷനിൽ എനിക്ക് കുറേ ക്യൂട്ടായിട്ടുള്ള ബാഗൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്നും എടുക്കാൻ നിന്നില്ല, കാരണം അത്യാവശ്യം നല്ല റേഞ്ച് വരുന്നുണ്ട് ഓരോ ബാഗിനും. അത്യാവശ്യം പൈസ പൊട്ടിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നോളൂ കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ബാഗിലാണെങ്കിലും ചെരുപ്പിലൊക്കെ ആണെങ്കിലും കേട്ടോ. അപ്പോൾ അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബാഗ് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ വന്ന് നമുക്ക് അത് പർച്ചേസ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടുള്ള ബാഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി വെച്ച് പിന്നെ വരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേഞ്ച് എന്ന് പറയുമ്പോൾ 3000 4000 ആ റേഞ്ചിലാണ് കൂടുതലും വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്യുക. അടിപൊളി കളക്ഷൻസ് ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പൈസ കൊടുക്കുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി ഓരോന്നിനും ഉണ്ട് കേട്ടോ. അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.
വാമ്പാടി. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ശോഭ ടെക്സ്റ്റൈൽസിലാണ് പോയിട്ടുണ്ടായിരുന്നത്. തലശ്ശേരി 4 വർഷം ഞാൻ പഠിച്ച കാരണം എൻ്റെ അടുത്തായിരുന്നു ചോദ്യം, ഇവിടെ എവിടെയാണ് നല്ല കളക്ഷൻസ് എല്ലാം എന്താ പറയുക ടെക്സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ചോദിക്കുന്നുണ്ടായിരുന്നു ഏട്ടനും അമ്മയും ഒക്കെ തന്നെ കേട്ടോ. ലാസ്റ്റ് നമ്മൾ എന്താ പറയുക പോയിട്ടുണ്ടായിരുന്ന ഗ്രാൻഡ് തേജസിലായിരുന്നു. മുന്നത്തെ വീഡിയോ കണ്ടവരൊക്കെ അറിയാമായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സെഞ്ചുറിയിൽ ഇപ്പോൾ പോയി, അതിന് മുൻപും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ സൗഭാഗ്യ ശോഭ ടെക്സ്റ്റൈൽസ് ഇവിടെയൊക്കെ മിക്കവാറും പോകാറുള്ളതാണ്. അപ്പോൾ അത് കൂടാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് നമ്മൾ ശോഭയിൽ പോയിട്ട് അമ്മയ്ക്ക് ഒരു ബ്ലാക്ക് സാരി വിത്ത് ഗോൾഡ് പ്ലീറ്റ്സ് വരുന്ന ഒരു എന്താ പറയുക ബോർഡർ വരുന്ന അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് അവിടുന്ന് പർച്ചേസ് ചെയ്തു. നമുക്ക് കാര്യമായിട്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം അമ്പാടി നല്ല ബഹളമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയ പിന്നെ ഡ്രസ്സും മേടിച്ച് ഇറങ്ങിയ പിന്നെ നമ്മളിവിടെ നമ്മുടെ അതായത് ജയഭാരതി കയറിയിട്ട് അവിടെ നിന്ന് സ്വീറ്റ്സ് എന്തെങ്കിലും മേടിക്കാമെന്ന് കരുതിയിട്ട് ഞാനും ഏട്ടനും വെളിയിലേക്ക് ഇറങ്ങി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്പാടീനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പാടിക്ക് എന്തെങ്കിലും ചോക്ലേറ്റ്സ്, ഡയറി മിൽക്ക് അങ്ങനെ എന്തെങ്കിലും നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അവനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മ കാറിൽ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ജയഭാരതിൽ നിന്ന് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ മേടിച്ച് നമ്മൾ ഓടി വണ്ടി കയറി. അമ്പാടി നല്ല ബഹളമായിരുന്നു, കാരണം ഒന്നാമത് അവന് എന്താ പറയുക ടോയ്സ് ഒന്നും നമ്മൾ പറഞ്ഞിട്ട് മേടിച്ചു കൊടുത്തില്ല. അതിൻ്റെ ഒരു എന്തൊക്കെയോ ഒരു ഇത് വെപ്രാളം പോലെയൊക്കെ ഉണ്ടായിരുന്നു അവന്. പിന്നെ രണ്ടാമത് നമ്മൾ ചോക്ലേറ്റ്സ് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് കരുതി, കാരണം എപ്പോഴും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എപ്പോഴും ടോയ്ക്കാണ് പറയുന്നത് കേട്ടോ. നമ്മളെ വീട്ടിലാണെങ്കിലും ഒത്തിരി മേടിച്ച് വെച്ചതുണ്ട്, എന്നിട്ട് പോകുന്നിടത്തെല്ലാം പുതുതായിട്ട് പിന്നെ പറയും. അപ്പം നമ്മൾ ആദ്യമായിട്ട് മേടിച്ച ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ്സ് ആയിരുന്നു. നമ്മൾ വണ്ടിയിൽ നിന്ന് കഴിച്ചു നോക്കി. എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു, കാരണം മധുരത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എരിവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഞാൻ കഴിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിച്ച് ഏട്ടന് കൊടുത്തു. അമ്പാടി ഇവിടുന്ന് പയ്യോളി മിക്സ്ചർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ ആസ്വദിച്ച് ബാക്കിലിരുന്ന് തന്നെ ഇരുന്ന് കഴിക്കുവാണ് കേട്ടോ. എന്തൊക്കെയോ പറയുകയും ചെയ്യുന്നുണ്ട്, കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ മുഖത്തൊക്കെ ഇങ്ങനെ മിക്സ്ചറിൻ്റെ പാടുകളും എന്തൊക്കെയോ പറ്റിച്ച് വെച്ചിട്ട് ഇവിടുന്ന് തന്നെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിൽ ഒരു ഷോപ്പിൽ കയറിയിട്ട് അവിടുന്ന് മൗണ്ടെയിൻ ഡ്യൂയും അതുപോലെ സോഡയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ദാഹമായിരുന്നു ആ സ്വീറ്റ്സൊക്കെ കഴിച്ചിട്ട് കേട്ടോ. അമ്പാടി നല്ല പോലെ മിക്സ്ചർ ആസ്വദിച്ച് കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ മാഹിപ്പള്ളിയൊക്കെ കഴിഞ്ഞ് നേരെ പോകുന്ന വഴിക്ക് ഫാർമസി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അയ്യൂരുള്ള 80% ഓഫറോ ഡിസ്കൗണ്ട് മെഡിസിന് മാത്രമായിട്ടാണോ എന്നറിയില്ല കേട്ടോ. അപ്പോൾ അവിടെ കയറിയിട്ട് അമ്മയ്ക്ക് അവിടുന്ന് ഗ്ലിസറിൻ വേറെ എന്തൊക്കെയോ മേടിക്കണമായിരുന്നു. അതൊക്കെ മേടിച്ചു. അമ്മേനെ അവിടെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തു. നമ്മൾ നേരെ ഇനി പറമ്പത്ത് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അമ്മേൻ്റെ അടുത്താണെങ്കിൽ 1-2 ചെടിച്ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വീട്ടിലേക്ക് എടുത്തു. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, കാണാം.